അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇവിടെ മൗദൂദി തന്റെ ഹാക്കിമിയത്തിന്റെയും ജാഹിലിയത്തിന്റെയും ജഹാലത്ത് നിറഞ്ഞ ചിന്താഗതികൾ ലോകത്ത് കൊണ്ടുവന്നു. അത് ഹർഫൻ ബിഹർഫിൻ എല്ലാ മേഖലകളിലും സയ്യിദ് ഖുതുബും അതേപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂനും സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്തലഹാത്തുൽ അർബഅ ഞാൻ ഉദ്ധരിച്ചു. അതിൽ മൗദൂദി സ്ഥാപിക്കുന്നത് നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങൾ ജഹാലത്തിലും ജാഹിലിയ കാലഘട്ടത്തിലെ അതേ അവസ്ഥയിലേക്കും മുസ്ലിമീങ്ങളിലെ ആളുകൾ തന്നെ മാറി. അവർക്ക് അറബി ഭാഷയും അറിയാതെ പോയി. യഥാർത്ഥ ഈ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന് എന്നതിന്റെ അർത്ഥവും അറിയാതെ പോയ ഒരു വലിയ കാലഘട്ടം മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ കഴിഞ്ഞുപോയി എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ജഹാലത്ത് നിറഞ്ഞ വാദം. ആ വാദം അങ്ങനെ തന്നെയാണ് സയ്യിദ് ഖുതുബ് കൊണ്ടുവന്നത്. സയ്യിദ് ഖുതുബ് വേറൊന്നും പറഞ്ഞിട്ടില്ല. സയ്യിദ് ഖുതുബ് പറഞ്ഞത് അതേ വാദമാണ്. ലഖദ് ഇസ്തദാറ الزمان كهيئته يوم جاء هذا الدين الى البشريه وعادت البشريه الى مثل الموقف الذي كانت فيه يوم تنزل هذا القرآن على رسول الله صلى الله عليه وسلم ويوم جاء الإسلام مبنيا على قاعدته الكبرى شهادة أن لا إله إلا الله. എന്ന് പറഞ്ഞാൽ ജനങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിറകോട്ട് പോവുകയും മാനവ സമൂഹത്തിലേക്ക് ഇസ്ലാം അതല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലേക്ക് മാനവ സമൂഹം മുസ്ലിമീങ്ങളടക്കം മാറിപ്പോവുകയും അവർ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആ ആശയത്തിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ നിന്ന് അവർ പിറകോട്ട് മുർത്തദ്ദുകളായി പോവുകയും മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മൗദൂദി കൊടുത്ത ആശയമാണ്. അതുകൊണ്ടാണ് ഖുലാസത്തുൽ ഖൗൽ അന്ന അസ്ലൽ ഉലൂഹിയതി വജൗഹറഹാ ഹുവ അസ്സുൽത്താ, ആധിപത്യമാണ്, അധികാരമാണ് ഉലൂഹിയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതില്ലെങ്കിൽ ബാക്കിയൊന്നുകൊണ്ടും കാര്യമില്ല. ഇബാദത്തുകൾ പോലും നിശ്ചയിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് എന്ന് അദ്ദേഹം വാദിക്കാനുണ്ടായിട്ടുള്ള കാരണം അതാണ്. ഇതേ സംഗതി തന്നെയാണ് വിലാലുൽ ഖുർആനിൽ അങ്ങനെ തന്നെ ഹർഫൻ ബി ഹർഫിൻ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? വിലാലുൽ ഖുർആനിൽ സയ്യിദ് ഖുത്ബ് അതേ ആശയം പറഞ്ഞു. അഖസ്സു ഖസായിസുൽ ഉലൂഹിയ വഹിയ സുൽത്താൻ വൽ ഹാക്കിമിയ, ഉലൂഹിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹാക്കിമിയത്താണ്, സുൽത്തയാണ് എന്നും അദ്ദേഹം പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പൊ കേവല ഹിദായത്തിന്റെ വിഷയത്തിലല്ല, മൗദൂദിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള പിഴച്ച ചിന്താദികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭരണം അതാണ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടേണ്ടത്. അതല്ലാത്ത എല്ലാ ഭരണകൂടങ്ങളുമായിട്ടുള്ള വിയോജിപ്പ്, അത് മുസ്ലിങ്ങളാണെങ്കിൽ പോലും, മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ട് നടത്തപ്പെടുന്നതാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെടാൻ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് അതേ വാദം ജമാഅത്തും അതേപോലെ തന്നെ മൗദൂദിയും മുന്നോട്ട് വെച്ച അതേ വാദം ഇഖ്വാനുൽ മുസ്ലിമിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഇവർ തന്നെ എഴുതി വെച്ചതനുസരിച്ച് അവർ പറഞ്ഞത് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനോ അവർക്ക് വോട്ട് ചെയ്യാനോ അതേപോലെ തന്നെ അതിന്റെ സ്ഥാനാർത്ഥികളായി നിൽക്കാനോ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ മുസ്ലിമിന് നിവൃത്തിയില്ല എന്നാണ്. അതിനുള്ള കാരണം പറഞ്ഞെന്താ? ഇജ്തിഹാദിയായ ഒരു വിഷയമായിരുന്നു വോട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇജ്തിഹാദിൽ വോട്ട് ചെയ്യാന്ന് കണ്ടെത്തി എന്നാണോ അവർ മുമ്പ് പറഞ്ഞത്? അല്ല, ഇജ്തിഹാദിലൂടെ മാറ്റാൻ പറ്റാത്ത ഇസ്ലാമിന്റെ അസ്ലിൽപ്പെട്ട ഉസൂലിൽപ്പെട്ട ഒരു വിഷയം പറഞ്ഞത്. എന്താ അവർ പറഞ്ഞത്? എന്തെന്നാൽ ഇത് ഇജ്തിഹാദിയായ ഒരു വിഷയമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ നാളെ ഞങ്ങളുടെ തീരുമാനം മാറിയേക്കാം, അതിലാരും ഞങ്ങളെ പിഴക്കേണ്ടതില്ല എന്നാണോ ചില ജമാഅത്ത് മെമ്പറല്ലാത്ത സാധാരണക്കാരൻ പറയുന്നത് പോലെയാണോ പറഞ്ഞിട്ടുള്ളത്? മതത്തിന്റെ ഉസൂല് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല എന്നവർ പറഞ്ഞത്. കാരണം എന്തെന്നാൽ നാട്ടിന്റെ ഉടമാവകാശി താനാണെന്ന് മുസ്ലിം കരുതുന്നില്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിലല്ലേ ആ അവകാശം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു സ്ഥാനാർത്ഥിയെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത് നിയമം നിർമ്മിക്കാനാണല്ലോ. അപ്പൊ നാടിന്റെ നിയമം നിർമ്മിക്കേണ്ടത് താനാണെങ്കിലല്ലേ അത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കരുതുന്നില്ല. എന്തേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ അങ്ങനെ കരുതുന്നുണ്ടോ? നാടിന്റെ ഉടമാവകാശം നിങ്ങൾക്കാണെന്ന് കരുതുന്നുണ്ടോ?
നിങ്ങൾ വോട്ട് ചെയ്യുന്നത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അതല്ലാത്തവരും ജനതാ പാർട്ടിയിലെ RSSന്റെ വക്താക്കളായ ആളുകൾക്ക് വരെ നിങ്ങളൊരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്തില്ലേ? നാടിന്റെ ഉടമാവകാശം നിങ്ങൾക്കാണെന്ന് കരുതിയിട്ടാണോ, അതല്ല ഈ ജനതാ പാർട്ടിക്കും അതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കുമാണെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? അപ്പൊ അത് ഇജ്തിഹാദിയായ വിഷയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാൻ നിങ്ങളുടെ പൂർവ്വകാല ലേഖനങ്ങൾ നിങ്ങളെ സമ്മതിക്കൂല. വീണ്ടും പറയുന്നു, അപ്രകാരം തന്നെ താൻ നാട്ടിന്റെ നിയമനിർമ്മാതാവാണെന്നും അവൻ വിചാരിക്കുന്നില്ല. എന്നാലല്ലേ പ്രസ്തുത അധികാരം മറ്റൊരാളെ ബരമേൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നാട്ടിന്റെ നിയമനിർമ്മാണ അധികാരം തനിക്കാണെന്ന് ജമാഅത്തുകാർ ഇപ്പൊ കരുതുന്നുണ്ടോ? ഇജ്തിഹാദിലൂടെ അന്ന് പാടില്ല എന്ന് മനസ്സിലാക്കി ഇജ്തിഹാദിലൂടെ ഇന്ന് പാടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണോ? മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച ലാ ഹാക്കിമ ഇല്ലല്ലാ എന്ന അടിസ്ഥാന ആദർശത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഏത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണെന്നും അതുകൊണ്ട് തന്നെ അത് മതരംഗത്തോ മതേതര രംഗത്തോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല മൗദൂദി ഒരു കാലഘട്ടത്തിലും. മൗദൂദിയുടെ ചിന്തയിലേക്ക് അത് വന്നിട്ടില്ല. മറിച്ച് അത്തരം ആശയങ്ങൾ വേർതിരിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് സലഫി പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് സലഫി പണ്ഡിതന്മാർ പറയുന്നതാണ് ഞങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ജമാഅത്ത് എത്ര തന്നെ ശ്രമിച്ചാലും അത് സാധ്യമല്ല. സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കാൻ പറ്റാത്തതുപോലെ സാധ്യമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത്, സ്ഥാനാർത്ഥികളെ വെക്കാതിരുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യ പാർലമെന്റ് അല്ലേ? ഇസ്ലാമിക ഗവൺമെന്റ് ആണോ? അവിടെ ഇസ്ലാമിക ശരീഅത്താണോ നടപ്പിലാക്കപ്പെടുന്നത്? ഖുർആനും സുന്നത്തും അനുസരിച്ചാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തന്നെ അല്ലേ പോകുന്നത്? അതല്ല അവർക്ക് വേറെ ഏതെങ്കിലും പ്രത്യേക പാർലമെന്റ് വേറെയുണ്ടോ? അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ പറഞ്ഞ കാരണങ്ങൾ ഇജ്തിഹാദിയായ ഒരു വിഷയമാണ് എന്ന അർത്ഥത്തിലല്ല. ഒരിക്കലും ഇജ്തിഹാദിലൂടെ മാറ്റാൻ കഴിയാത്ത അസ്ലാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാട്ടിന്റെ ഉടമാവകാശി താനാണെന്ന് കരുതുന്നില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. നാട്ടിലെ നിയമനിർമ്മാണം തനിക്കാണെന്ന് കരുതുന്നില്ല, അതുകൊണ്ടും വോട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചില്ല. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ദീനിന് തീരെ വിരുദ്ധമാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന് അതൊരിക്കലും അനുയോജ്യമല്ല. അപ്പൊ നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം ഒന്ന് പുറത്തേക്ക് പോയോ? യഥാർത്ഥ മുസ്ലിമിന് അനുയോജ്യമല്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിന് അനുയോജ്യമല്ല? കേവലം ഇജ്തിഹാദിയായ ഒരു വിഷയമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ എഴുതുമോ? അപ്പൊ നാടിന്റെ ഉടമാവകാശവും നിയമനിർമ്മാണാധികാരവും ഇജ്തിഹാദിലൂടെ മാറ്റിമറിക്കാൻ പറ്റുന്നൊരു വിഷയ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ മനസ്സിലാക്കിയ തൗഹീദിനെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്? എന്തൊരു കഷ്ടമാണിത്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിന്താഗതികൾ ഇതായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും എഴുതിയിട്ടുണ്ട്, സംഘടനയിലെ യാതൊരു വ്യക്തിയും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി രൂപീകരിച്ച ഭരണകൂടത്തിന്റെ നടത്തിപ്പിൽ അത് മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്നതായാലും പങ്കെടുക്കരുത്. സംഘടനയുടെ ദൃഷ്ടിയിൽ എല്ലാ അനിസ്ലാമിക ഭരണകൂടങ്ങളും മനുഷ്യനിർമ്മിത നിയമങ്ങളും പരമാബദ്ധമായതിനാൽ അവയോട് ഇസ്ലാമിക സംഘടനക്കുള്ള ബന്ധം അടിസ്ഥാനപരമായി യോജിപ്പിന്റെതല്ല, വിയോജിപ്പിന്റെതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ എല്ലാ നിയമങ്ങളും അവിടെ ഒന്ന നിയമം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ അടിസ്ഥാനപരമായ അതിൽ നടപ്പിലാക്കാൻ പാടില്ല. ജമാഅത്തുകാർക്ക് അതിനെ സഹകരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ രാഷ്ട്രപതിയോ ആവുന്നതിനേക്കാൾ നല്ലത് ജമാഅത്ത് ഓഫീസിലെ പ്യൂണാവലാണ് എന്ന് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഈ ചിന്താഗതി ഹർഫൻ ബിഹർഫിൻ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരും പ്രചരിപ്പിച്ച അതാണ്. അതുകൊണ്ടാണ് സയ്യിദ് ഫضൽ എന്ന വ്യക്തി, ഇവരെ കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ അൽ ജാമിയിൽ പേജ് നമ്പർ 163 അദ്ദേഹം പറഞ്ഞു, അമ്മല്ലദീന യന്തഖിബൂനഹും മിൻ അഫ്റാദി ശഅബ് ഫയക്ഫുറൂന അയ്ളാ. ജനങ്ങളെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്ന വോട്ട് ചെയ്യുന്ന സാധാരണക്കാരനും കാഫറുകളായി തീരും. لأنه بموجب الديمقراطية النيابية فإن الناخبين هم في الحقيقة إنما يوكلون النواب في ممارسة السيادة الشركية التشريع من دون الله نيابة عنهم. കാരണം ഒരാൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് യഥാർത്ഥത്തിൽ തങ്ങൾ ഒരാളെ ഒരു വിഷയത്തിൽ ഭരണമേൽപ്പിക്കുകയാണല്ലോ, നിയമനിർമ്മാണത്തിനു വേണ്ടി ഏൽപ്പിക്കുകയാണല്ലോ. അത് അല്ലാഹുവിനല്ലാതെ നൽകാൻ പാടില്ല.
فالناخبون يمنحون النواب حق ممارسة الشرك وينسبونهم بانتخابهم أربابا مشرعين من دون الله. അള്ളാഹുവിന് പുറമെ നിയമനിർമ്മാണം നടത്താൻ വേണ്ടി ഇത്തരം ആളുകളെ പറഞ്ഞയക്കൽ ശിർക്കാണ്. അത് ഉലൂഹിയത്തിനെതിരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്, വോട്ട് ചെയ്യരുത്, അത് ശിർക്കാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നിങ്ങളും എഴുതിയതും പറഞ്ഞതും ഒക്കെ അതാണ്. അപ്പൊ ഹർഫൻ ബി ഹർഫിൻ നിങ്ങൾ കൊണ്ടുവന്ന മൗദൂദി കൊണ്ടുവന്ന ആശയം, ആ ആശയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇഖ്വാനുൽ മുസ്ലിമൂൻ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ലോകത്ത് എമ്പാടും ഫസാദുകൾ, ഫിത്നകൾ ഉണ്ടായത്. തത്വദീക്ഷയില്ലാതെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഷിർക്കാണ് ചെയ്യുന്നത്, ഷിർക്കിലാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സലഫി ലോകത്തിലെ പണ്ഡിതന്മാരുടെയും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെയും വ്യക്തമായ പ്രഭാഷണങ്ങളുടെയും ദഅവത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചെന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് പറ്റിയ ഗതികേട് എന്താണ്? ലോകത്തിലെ സലഫി പണ്ഡിതന്മാരായ ആളുകളുടെ ഒരു വിഷയത്തിലുള്ള ആശയവും നിങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് എന്നുള്ള കൃത്യമായ നിലപാട് അവർ നേരത്തെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലും അങ്കലാപ്പുണ്ടായിട്ടില്ല. എന്നാൽ രൂപീകരിക്കപ്പെട്ട് 50 വർഷത്തോളം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇത് ശരിയാണ് എന്ന് തീരുമാനിക്കുക. അത് തന്നെ നിങ്ങൾക്കെതിരിൽ ഒരു നിരോധനം ഉണ്ടായപ്പോഴാണ് നിങ്ങളുടെ കണ്ണു തുറന്നത്. ഒരു നിരോധനം ഉണ്ടായപ്പോ നിങ്ങളുടെ കണ്ണു തുറന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വോട്ടെടുപ്പിലും മറ്റിലുമൊക്കെ വേറെ ചില ഗുണങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ ഷിർക്ക്, കുഫർ എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ വിഷയത്തിലെ സലഫി പണ്ഡിതന്മാരെ തന്നെ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നു. മറിച്ച് ആ സലഫി പണ്ഡിതന്മാർക്കൊന്നും ഇലാഹിന്റെ അർത്ഥം അറിയില്ല, അതേപോലെ തന്നെ ഉലൂഹിയത്തിന്റെ അർത്ഥമറിയില്ല. രാജാക്കന്മാരെ പാദസേവ ചെയ്യുന്ന പണ്ഡിതന്മാരാണ് സലഫികൾ, അവർ കൊട്ടാര പണ്ഡിതന്മാരാണ് എന്ന് തുടങ്ങിയിട്ട് അക്ഷരവായകന്മാരാണ്, ഇസ്ലാമിന്റെ അന്തസത്ത അറിയാത്തവരാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നടന്ന അതേ നിങ്ങൾക്ക് സലഫി പണ്ഡിതന്മാരുടെ ഇബാറത്തുകളും ഫത്വകളും വായിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള ആ ഒരു നിലപാടിനെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് നിങ്ങളുടെ ഗതികേടിന്റെ ഒരു അറ്റമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പ് പറഞ്ഞു വെച്ചത് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ആ വിഷയത്തെ തത്വദീക്ഷയില്ലാതെ അവതരിപ്പിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പൊന്നും മറ്റും വിട്ടുനിൽക്കേണ്ടി വന്നത്. ഇജ്തിഹാദിയായ വിഷയം നല്ല നിങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ഒരാളെ പറഞ്ഞയക്കൽ ഇലാഹിനെ സ്ഥാപിക്കലാണ്, തനിക്ക് രാജ്യത്തിന്റെ ഭരണാധികാരമുണ്ടെന്ന് സ്വയം വിശ്വസിക്കലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവനും ശിർക്ക് ചെയ്തു, അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയായി നിന്ന് പാർലമെന്റിലേക്ക് പോയവനും അള്ളാഹുവിന്റെ അധികാരത്തിലാണ് കൈയിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പിഴച്ചതായ അർത്ഥം നിങ്ങൾ നൽകി. അതാണ് ഉണ്ടായിട്ടുള്ളത്. സലഫി ലോകത്തിലെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ.